കുട്ടിയെ പറ്റി ഇതിനകം തന്നെ കേട്ടിരിക്കണം. എന്താ ഇതൊക്കെ? കേട്ടിരിക്കണമെങ്കിലേ ഇനിയും കേൾക്കാനിരിക്കണേ ഉള്ളൂ. ഞാനൊരു ഉയർന്നു വരുന്ന കലാകാരിയില്ലേ? കലയെ കുറിച്ചല്ല കേട്ടത്. പിന്നെ എന്തിനെ കുറിച്ചാണാവോ? അതിപ്പോ എങ്ങനെയാ കുട്ടിയോട് തുറന്നങ്ങോട്ട് പറയാ? തുറന്നങ്ങോട്ട് പറഞ്ഞോളൂ, മടിക്കണ്ട. കുട്ടി സൂക്ഷിച്ച് സംസാരിക്കുക, ചന്തയല്ലത്. തടിയുണ്ടെന്ന് വെച്ചാൽ തടി കാണിച്ചു വരട്ടല്ലേ തടിയാ? പ്രായമായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുക, 3-4 തടിയന്മാര് ചുറ്റും നിന്ന് അങ്ങോട്ട് ചോദ്യം ചെയ്യാ. എന്താ വരട്ടെ? നിങ്ങളുടെ അമ്പലത്തില് പ്രോഗ്രാമിന് വന്നെന്ന് വിചാരിച്ച് വായത്തോന്ന് എന്തും പൊലപ്പാന്ന് വിചാരിക്കണ്ട. അധികം മോന്തേന്റെ സാമർത്ഥ്യം വേണ്ട. ഓ, ഇയാളാണല്ലേ സ്ഥിരം കള്ളുഷാപ്പിൽ പോകുന്ന വ്യക്തി. പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ലേ? നീ സംസാരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, ആരോടാണ്? വല്ല പിടിപാടുണ്ടോ നിനക്ക്? ഇല്ല, എല്ലാ കാര്യം തുറന്നു പറയണ ഇനി ആരായാലെന്താ? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. മനസ്സിലാവില്ല. ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കുട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാ അർദ്ധരാത്രി അന്യരുടെ വരവും പോക്കും അതന്നെ. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലേ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. മോന്തേമേലും മുറ്റടിക്കുന്ന ചൂലിന്റെ പാടുണ്ടാവും, അത്ര തന്നെ. മേലയിടത്ത് ഗ്രാമം ഭഗവതിയുടേതാണ്. അമ്മയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വന്നു പോകുന്നവരും അത് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ട്. ഈ തിരുമേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തിരുമേനി, നല്ല വൃത്തിയും ശുദ്ധിയൊക്കെയുള്ള ശരീരം എന്നല്ലേ? അങ്ങനെയൊക്കെ ഞാനും ഒരു തിരുമേനി തന്നെയാ. നീട്ടുള്ള നാവാകുമ്പോ എന്തും അങ്ങോട്ട് വിളിച്ചു പോവാലോ. നട്ടുവൻ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും ഇല്ലേ? ഉണ്ടല്ലോ, കലാകാരന്റെയും കലാകാരിയുടെയും മാറാപ്പിനകത്ത് കല മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ വടക്കും പറഞ്ഞാല്? അങ്ങനെ അവര് ഞങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെടുത്തിട്ട് പൊതിക്കൂലേ? ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പുരക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കണ്ണുടച്ച് സമ്മതിച്ചു തരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണി സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ, എനിക്ക് വിശക്കണു, നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് പോവാം. പോയിട്ട് വരാട്ടോ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. വടക്കുംപുറം തന്നെ. വടക്കുമുറമേനല്ല, ഉടക്കുമുറമേനല്ല. പടി നോക്കുമോളെ. എന്താ ഈ കാണിക്കണേ? അത് ആനപ്പിണ്ടാ, ആനയുടെ വയറ്റിൽ നോണ. എത്ര ആനയുണ്ട്? 3 ആന. നാട്ടിലൊക്കെ മേല് കഴിഞ്ഞപ്പോ തറവാട്ടിലേക്ക് ആയോ കയറ്റം? സമയം കിട്ടി. ആ ചെരിപ്പോടെ എന്നിട്ട് അതിലേ കയറി വരിക. അങ്ങനെയാ പെൺകുട്ടികൾ. ഇതെന്താ? അത് പുറത്തു പോയി വരുന്നവർക്ക് കാല് കഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ. ആ, അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആചാരം ആയിക്കോട്ടെ. ആചാരമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി പ്രവേശിക്കാലോ അല്ലേ? ഇതെന്താ? അത് ഇവിടെ നോക്കിയ, ഇവിടെ നോക്കിയ, അത് തുപ്പക്കൊള്ളാമ്പിയാ, തുപ്പാൻ ഉപയോഗിക്കുന്നത്. തുപ്പലൊക്കെ എന്തിനാ ഇങ്ങനെ പാത്രത്തിൽ സൂക്ഷിച്ചേക്കണേ? പിന്നെ മുറ്റത്തൊക്കെ തുപ്പിയാ അത് വൃത്തികേടായി പോവില്ലേ? എന്നാ പിന്നെ ദൂരെ പോയി അങ്ങ് തുപ്പിയാ പോരെ? അതിനിപ്പോ ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഇതുപോലെ നടക്കില്ലല്ലോ. അയ്യോ, എന്തുമാതിരി വീടാത് എന്റെ അമ്മേ. കാരണവന്മാരെ കാശി ചെലവാക്കി ഉണ്ടാക്കിച്ചതാ. കാശി ചെലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരണു. അയ്യോ, എന്തിനാ അകത്തേക്ക് പോണേ? അയ്യോ, ആരാ അവിടെ ഉള്ളേ? അശ്വതി കുട്ടി, ഭഗവാനെ.